ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങനെ 8 മിനിറ്റ്. സർ, 2.5 മിനിറ്റ് അദ്ദേഹം അധികം എടുത്തതിൻ്റെ ഒരു ബോണസ് എനിക്കും കൂടെ കിട്ടിയാൽ മതി. സർ, ഇവിടെ ഞാൻ ഈ നന്ദി പ്രമേയത്തെ എതിർക്കുകയാണ്. നന്ദി പ്രമേയത്തെ എതിർക്കാനുള്ള കാരണം, നമ്മളുടെ 2 പ്രധാനപ്പെട്ട ആളുകൾ ശ്രീ ടി.പി. രാമകൃഷ്ണൻ, ശ്രീ മൊയ്തീനും അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ അവർ ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, ചിലതിനെക്കുറിച്ച് പറഞ്ഞില്ല. വയനാട് ഒരു ബാങ്കിനെ കുറിച്ച് പറഞ്ഞു, പക്ഷേ കട്ടപ്പനയിലെ ബാങ്കിൻ്റെ പടിക്കലൊരു സാബു മരിച്ചു ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ച് മിണ്ടിയതേയില്ല. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ വളർത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞു. കരുവന്നൂർ ബാങ്കിൻ്റെ തകർച്ചയെക്കുറിച്ച് ശ്രീ AC മൈതൻ അക്ഷരം വെട്ടിയതേയില്ല. അപ്പം സാർ, ഈ തകർക്കുന്നതൊക്കെ ആരാ? തകർത്തുന്നതൊക്കെ കഴിഞ്ഞ 6-8 വർഷക്കാലമായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സംസ്ഥാനത്തിൻ്റെ സ്ഥിതി ഇപ്പോഴെന്താ? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി 1255 കോടി രൂപ നിങ്ങൾ കടമാക്കി. ഇനിയിപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. സർ, കമ്പനികൾക്ക് നൽകുവാനുള്ളത് കുടിശ്ശിക, മരുന്ന് അതിന് നിങ്ങൾ കൊടുക്കേണ്ടത് 615 കോടി രൂപ കമ്പനികൾക്കായിട്ട് മരുന്ന് മേടിച്ചതിൽ കാശ് കൊടുക്കാനുണ്ട്. നിങ്ങളത് കൊടുത്തിട്ടില്ല. സർ, ഇവിടെ ജൽജീവൻ പദ്ധതി 3650 കോടി രൂപ നിങ്ങൾ കാശ് മേടിച്ചു ഡൽഹിയിൽ നിന്ന്. അവിടെ നിന്ന് കിട്ടേണ്ട 5000 കോടി ഇങ്ങോട്ട് മേടിച്ചു. അവസാനം ഇപ്പം മിച്ചം എന്താ? 3306 കോടി രൂപ അത് കൊടുക്കാതെ നിങ്ങൾ കൈവശം വെച്ചിരിക്കുകയാണ്. സാർ, അതുകൊണ്ട് മാത്രമായില്ല, കേരളത്തിലെ വികസന പദ്ധതികൾക്കായിട്ട് നിങ്ങൾ റിസർവ് ബാങ്കിൽ നിന്ന് മേടിച്ചു 1,25,775 കോടി രൂപ. അങ്ങനെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? കേരളം 3,75,000 കോടി രൂപ കടക്കടിയിൽ കിടന്ന് നിരങ്ങുകയാണ്. സാർ, എന്നിട്ടും ഇതൊക്കെ പറയണമെങ്കിൽ അങ്ങയുടെ മനസാന്നിധ്യത്തിന് മുമ്പിൽ നമിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. സാർ, നിങ്ങളിവിടെ സംസാരിച്ചല്ലോ, ഞങ്ങളെല്ലാം കൂടി RSSൻ്റെ പിന്തുണയോടെ. സാർ, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം RSSൻ്റെ പിന്തുണയോട് കൂടി ജയിച്ച് ഈ നിയമസഭയിൽ വന്ന ഒരൊറ്റ ആൾ മാത്രമേ ഇപ്പോഴും ഈ നിയമസഭയിലുള്ളൂ. ആരാന്ന് അങ്ങേക്കറിയാമല്ലോ. എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. ഇത് പറയിപ്പിക്കാൻ അങ്ങ് ചെയ്തത് എനിക്കറിയാം. പക്ഷെ ഞാൻ ആ വെട്ടിവീഴ ശിവൻകുട്ടി അതിന്റെ തൊട്ട് മുമ്പിൽ ഇരിക്കുന്നതാ. എന്നെ കൊണ്ട് അത് പറയിപ്പിക്കരുത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിടാൻ തയ്യാറാ. ശിവൻകുട്ടി വിടുന്നില്ലെങ്കിൽ ഞാൻ വിടുന്നില്ല. സാർ, ഇവിടെ RSSന്റെ പിന്തുണയോടുകൂടിയല്ലേ? അതിന് ഒരു ന്യായമുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് ജയിലിൽ കിടന്നതാണ്. ഞങ്ങൾ ഒരു പ്ലേറ്റ് ചെയ്ത് ഭക്ഷണം കഴിച്ചതാണ്. അതുകൊണ്ട് 77-ലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരുമിച്ച് മത്സരിക്കുകയാണ്. കൂത്തുപറമ്പിൽ നിന്ന് ജയിച്ചത് ആരാണ് എന്ന് നിങ്ങൾ റെക്കോർഡ് എടുത്ത് നോക്ക്, അപ്പം അറിയാം. സർ, നമ്മുടെ നാട്ടില് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അന്ന് ജനിച്ചിട്ട് പോലും ഇല്ലല്ലോ. പിന്നെ വർത്തമാനത്തിൽ സാർ, നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കോ? സാർ, നമ്മുടെ നാട്ടില് യഥാർത്ഥത്തില് അഴിമതി അഴിഞ്ഞ ആടുകയാണ്. നിങ്ങൾക്ക് കേരളത്തിലെ മദ്യനയം, നമ്മുടെ ടി.പി. രാമകൃഷ്ണൻ സംസാരിച്ചപ്പോൾ മദ്യനയത്തെക്കുറിച്ച് പറയും എന്ന് ഞാൻ കരുതിയാണ്. നമ്മുടെ ഗുരുദാസൻ, അദ്ദേഹത്തിനും അതറിയാവുന്നതാണ്. സാർ, എത്രയോ വർഷക്കാലമായിട്ടാണ് ബ്രൂവറി അനുവദിക്കരുത് എന്ന് തീരുമാനത്തിൽ ഗവൺമെന്റുകൾ പിടിച്ചു നിന്നത്. നിങ്ങളുടെ പ്രകടന പത്രികയാണിത്. ആ പ്രകടന പത്രികയ്ക്കകത്തെ 552-ാമത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കണം. മദ്യം കേരളത്തിൽ ഗുരുതരമായ സാമൂഹ്യ വിപത്തായി മാറിയിട്ടുണ്ട്. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കാൻ സഹായകരമായ നയമായിരിക്കും എടുക്കുന്നത്. അതല്ല ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. സഹായകരമായ നടപടിയായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുക. LDFന്റെ കൺവീനറാണ് ഇപ്പോൾ സംസാരിച്ചത്. സാർ, മദ്യവർജനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും. സാർ, അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് 1979-ൽ നിങ്ങൾ അന്നത്തെ ഗവൺമെന്റ് ശ്രീ പിണറായി വിജയനും ആ ഗവൺമെന്റിലുണ്ട്. അന്നാ നിങ്ങൾ പറഞ്ഞത് എന്താണ്? കേരളത്തിൽ നിന്ന് ബ്രൂവറി അനുവദിക്കുന്ന പ്രശ്നമേയില്ല, അനുവദിക്കുന്നത്. എവിടെ പോയി നിങ്ങളുടെ നയം? നിങ്ങളെവിടെ ഇതിൽ നിന്ന് എന്താ ഒളിച്ചോടാൻ കാരണം? നിങ്ങളുടെ ഈ പ്രകടന പത്രികയെങ്കിലും നിങ്ങൾ സത്യസന്ധമായി അതിനുള്ള നീതി കാണിക്കണ്ടേ? ആ പ്രകടന പത്രികയ്ക്കകത്ത് 552-ാമത്തെ പാരഗ്രാഫാണ് ഞാൻ വായിച്ചത്. അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർ, എൻ്റെ കയ്യിൽ ഒരു ഉത്തരവുണ്ട്. സാർ, ഈ ഉത്തരവ് 16/1/2025 നിങ്ങൾ ഇറക്കിയിട്ടുള്ള ഉത്തരവാണ്. സാർ, ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് എക്സൈസ് കമ്മീഷണറുടെ ഉത്തരവാണ്. അദ്ദേഹത്തിൻ്റെ നോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് ആസ്ഥാനമാക്കി 600 കോടി രൂപ മുതൽ മുടക്കി 500 KL പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള
എഥനോൾ പ്ലാന്റ്, മൾട്ടി ഫീഡ്സ് ഡിസ്റ്റിലറി യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ ബോട്ടിലിംഗ് യൂണിറ്റ്, ബ്രൂവറി, മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ്, ഇതെല്ലാം കൂടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അനുമതിയാണ്. സാർ, എത്രയോ കാലമായി, ഒരു 25 കൊല്ലക്കാലമായി കേരളത്തിൽ അനുവദിക്കാത്തത് നിങ്ങൾ നയപരമായ മാറ്റം എങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയ്ക്ക് വിരുദ്ധമായി, നായനാറിലെ ഗവൺമെന്റ് എടുത്ത തീരുമാനത്തിന് നേരെ വിരുദ്ധമായി നിങ്ങൾ ഈ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. സാർ, ഈ ഉത്തരവ് നോക്കിയാൽ അറിയാം, ഈ ഉത്തരവ് കൊടുത്തത് യഥാർത്ഥത്തിൽ ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് അവർ തന്നെയാണ് ഇതിന്റെ മിക്കവാറും വാചകങ്ങൾ ഇറക്കിയിട്ടുള്ളത് നികുതി വകുപ്പ് ജി വകുപ്പിൽ നിന്നാണ്. നികുതി ജി വകുപ്പിൽ നിന്ന് ഉത്തരവിറക്കിയ ആളുടെ ഇവിടെ കാണുന്നതേ ഇല്ല. അപ്പൊ ഞാൻ പറയുന്നു, ആ ഒയാസിസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാ? നിങ്ങൾ യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് മാത്രമാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നും ഇതുപോലുള്ള പ്രൊഡക്ഷൻ ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ 20 വർഷമായി നടത്തി വിജയിപ്പിച്ച പരിചയ സമ്പന്നത, സാമ്പത്തിക പ്രാവീണ്യം എന്നിവ കൊണ്ടാണ് ഒയാസിസ് ഗ്രൂപ്പിനെ ഇവിടെ കേരളത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നും മേൽപ്പണി സ്ഥാപനം പാലക്കാട് ജില്ലയിൽ സ്ഥാപിക്കുകയാണെങ്കിൽ അത് കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുമെന്നോ സർക്കാരിന് സാമ്പത്തിക ലാഭം കിട്ടുമെന്ന്, അതിൽ സർക്കാരിനാണോ എന്ന് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. സാമ്പത്തിക ലാഭം കിട്ടുമെന്നും ഉണ്ടാക്കുമെന്നും അതുകൊണ്ടാണ് ഞങ്ങൾ അനുവദിച്ചത്. ഞാൻ ചോദിച്ച്, ഒയാസിസ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർക്കും ചെയർമാനും അല്ലാതെ ഇങ്ങനെ ഒരു ഉത്തരവ് എഴുതി കൊടുക്കാൻ പറ്റുമോ? സാർ, ഇത് കേരള ഗവൺമെന്റിന്റെ പേരിലാണ്. ഇനി മേലാൽ ഇത് അനുവദിക്കുകയല്ല എന്ന് പറഞ്ഞ സംസ്ഥാനത്താണ്. ആ സംസ്ഥാനത്ത് 25 കൊല്ലക്കാലത്തെ പാരമ്പര്യം നിങ്ങൾ തകർത്തുകൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ടി.പി. രാമകൃഷ്ണൻ നന്ദി പ്രമേയം അവതരിപ്പിച്ചല്ലോ. എന്തുകൊണ്ട് അങ്ങേക്ക് ഈ മദ്യനയത്തെ കുറിച്ചത് പറയാൻ പറ്റാതെ വന്ന? അങ്ങ് പഴയ എക്സൈസ് മന്ത്രിയല്ലേ, അങ്ങേക്ക് എന്താ ഇത് പറയാൻ പറ്റാതെ വന്നത്? അതുകൊണ്ട് നിങ്ങൾ ഈ ചെയ്തിട്ടുള്ള പ്രവർത്തനം യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെ കുടിച്ചു നശിക്കുന്നതിന് വേണ്ടിയുള്ള വഴിവെട്ടുകയാണ്. ഞാനിത് പറയുന്നത് ഞാനല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ സത്യം പറഞ്ഞ മദ്യവർജന സമിതി, ആ സമിതിയുടെ ചെയർമാൻ ഒരു പിതാവാണ്. ഏറ്റവും നല്ല സമ്പുഷ്ടമായ രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബിഷപ്പ്. അദ്ദേഹം പറഞ്ഞു, ഈ ഗവൺമെന്റ് ഞങ്ങളെ വഞ്ചിച്ചു, ഈ ഗവൺമെന്റ് അനീതി കാണിച്ചു, കുടിയന്മാർക്ക് വേണ്ടി വഴിവെട്ടിക്കൊടുത്തു, ഇവിടെ ഡിസ്റ്റിലറിയും ബ്രൂവറിയും അനുവദിച്ച് കേരളത്തെ തകർക്കുന്നു. ഒരക്ഷരം പറഞ്ഞില്ലല്ലോ അങ്ങ് ന്യൂനപക്ഷ ഭൂരിപക്ഷത്തെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ ഈ ഒരു കാര്യത്തിന് ഒരു ഉത്തരം പറയാൻ അങ്ങേക്ക് പറ്റിയോ? ഒരക്ഷരം അങ്ങ് മിണ്ടിയിട്ടില്ല. മിണ്ടുന്നതിന് പറ്റിയുള്ള ധൈര്യവും ഉണ്ടായില്ല. സാർ, ഈ കേരളത്തെ നിങ്ങൾ എങ്ങോട്ടാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ആ സമയം തരണം പ്ലീസ്. അങ്ങനെ സമയം കഴിഞ്ഞു. പ്ലീസ്, അങ്ങ് 2 മിനിറ്റ് എടുക്കുകയും ചെയ്തു. പഴയ എക്സൈസ് വകുപ്പ് മന്ത്രി ഒരു ഉത്തരം അങ്ങ് വഴങ്ങിയതാണോ? ഞാൻ വഴങ്ങിയില്ലെന്ന് വരികിൽ അങ്ങേക്ക് എന്തോ പറയാനുണ്ടായിരുന്നു എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും. സാർ, ഇവിടെ ഞാൻ അവസാനിപ്പിക്കാം. സാർ, അതുകൊണ്ട് ഈ കേരളത്തെ നിങ്ങൾ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ വികസന പ്രവർത്തനം എല്ലാം പോയില്ലേ? എല്ലാം നിങ്ങൾ കേന്ദ്രത്തെ നിങ്ങൾ കുറ്റം പറയുന്നുണ്ടല്ലോ. കേന്ദ്രം ഇങ്ങോട്ട് പണം തരുന്നില്ല, ഞങ്ങൾ കൂടി വരണമെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ വരാം, പക്ഷെ കേരളത്തിൽ കിട്ടുന്ന പണമെങ്കിലും നീതിപൂർവം 140 നിയോജകമണ്ഡലത്തിൽ കൊടുക്കാൻ ഒരു നടപടി നിങ്ങൾ എടുക്കുമോ? ഇവിടെ നിന്ന് കേന്ദ്രത്തിൽ ഞങ്ങൾ വരാം, ഞങ്ങൾ കേന്ദ്രത്തിൽ വരാം. 8 കോടി മന്ത്രിക്ക്, അതേസമയം 4 കോടി MLA-ക്ക്, എനിക്ക് 3 കോടി. കാരണം ഞാൻ അതിനൊക്കെ താഴെയാ. അപ്പൊ ഞാൻ പറയുന്നത് ഒരു നീതി വേണ്ടേ? നിങ്ങൾക്കൊരു നീതിയുണ്ടോ? ഒരു നീതിയുമില്ലാത്ത ആളുകളാണ് നീതിശാസ്ത്രത്തെ കുറിച്ച് പറയുന്നത്. എനിക്ക് ദയവായി അങ്ങയോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. കേരളത്തിലെ ഒറ്റ വാക്ക് അങ്ങേക്ക് കൂടി വേണ്ടി പറയുക, ഒറ്റ വാക്ക്. സാർ, കേരളത്തിലെ സഹകരണ സംഘത്തിൽ ഇട്ടിരിക്കുന്ന പാവപ്പെട്ട നിക്ഷേപകരുണ്ട്. അവരുടെ പെൻഷൻ കിട്ടിയത് അവർ പലയിടത്തുനിന്നായി സമ്പാദിച്ച് വീട്ടുകാര്യത്തിന് കുട്ടികൾക്കൊക്കെ വേണ്ടി ചെലവിലിട്ടത് ആ പണം തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു നടപടിയെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? അങ്ങോട്ടിടാം, വഞ്ചിയിൽ പണമിടുന്നത് പോലെയാ. സഹകരണ ബാങ്കിലോട്ട് കാശിടാം, ഇങ്ങോട്ട് കിട്ടുകയില്ല, ഇങ്ങോട്ട് കിട്ടുകയില്ല. അതാണ് ഈ ആത്മഹത്യകൾ, അതാണ് ഈ മരണം, ഈ ഗവൺമെന്റിന്റെ ബാക്കി. അതുകൊണ്ട് സാർ, ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദുഷ്ടപ്രവർത്തനത്തിനോട്
കേരളത്തിലെ ബഹുജനങ്ങൾ ആരും അംഗീകരിക്കില്ല. ഈ തെറ്റായ പ്രവർത്തനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തെ ഞാൻ എതിർക്കുന്നതോടൊപ്പം നേരത്തെ നിങ്ങൾ ഗവർണർക്കെതിരായിട്ട് പറഞ്ഞു നിങ്ങളെ കാതുകുട്ടിയെ എതിർക്കാൻ പോയി. പക്ഷെ കടുക്കൻ ഇട്ടവൻ ഇപ്പൊ തിരിച്ചിവിടെ വന്നിരിക്കുകയാണ്. നിങ്ങള് കാതുകുട്ടി ചന്ദ്രശേഖരൻ അത് ചന്ദ്രശേഖരൻ ഇപ്പൊ കടുക്കൻ ഇട്ടവൻ ഇവിടെ ഉണ്ട്. ചന്ദ്രശേഖരൻ ദയവായിട്ട് നിങ്ങളുടെ ബുദ്ധി ഞങ്ങൾക്ക്